ഹായ്, എൻ്റെ പേര് സേറ ജേക്കബ് നായർ എന്നാണ്. ഞാനിന്ന് മീൻ പൊരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ നെയ്മീനാണ്. നമ്മൾ നാട്ടിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന മീനാണ്. എല്ലാ നാടുകളിലും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മീനാണ് നെയ്മീൻ. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന റെസിപ്പി ഏത് മീനിനും ഉപയോഗിക്കാം. സോ അത് തന്നെ സ്ലൈസ് ചെയ്യണം മീൻ. അപ്പം സ്ലൈസ് ചെയ്തിട്ട് ഒത്തിരി കട്ടി വേണ്ട, ഇത്രയും കട്ടിയായാലും മതി. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചുവന്ന മുളക് പൊടി, എപ്പോഴും നല്ലത് കശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും, കുറച്ച് ബോഡിയും കിട്ടും, കുറച്ച് വല്ലാണ്ട് എരിവ് കിട്ടാതെ. അപ്പോൾ ആദ്യം തന്നെ അതാദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് വല്ലാണ്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട. കുരുമുളക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇടാം. അതിനൊന്നും കണക്കിന് ഇത്ര തന്നെ ഇടണം എന്നൊന്നുമില്ല, ഒരു ഭയങ്കര റൂളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ്, കാരണം എപ്പോഴും വയറിന് കേടോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് നല്ലതാണ്. അതായത് ഒരു രണ്ടോ മൂന്നോ. അത് വായിക്കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫൈനായിട്ട് ചെയ്യാണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കണ്ട, പക്ഷെ നന്നായിട്ട് ചതഞ്ഞിരിക്കണം. അതായത് അതും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരുമാതിരി പേസ്റ്റ് ആക്കുക. ഒരുവിധം വല്ലാണ്ട് കട്ടിയായ പേസ്റ്റ് വരരുത്, പക്ഷെ വളരെ ലൂസാവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഒരുമാതിരി പേസ്റ്റ് പോലെ ആവുകയും ചെയ്തു. നമ്മുടെ മീനിൻ്റെ പുറത്ത് പരട്ടുമ്പോൾ അത് അതുപോലെ ഇരിക്കണം. പക്ഷെ എന്ന് വെച്ചാൽ കട്ടി പേസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പടി മസാലയുടെ ചുവ വരും. അപ്പോൾ അതനുസരിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഒന്നൊന്നായിട്ട് എടുത്തിട്ട് രണ്ട് സൈഡിലും. ഇപ്പോൾ ഈ മീൻ അല്ലെങ്കിൽ ഇത് നെയ്മീൻ എപ്പോഴും കുറച്ച് നേരം ഇരുന്നാലും നല്ലതാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇരിക്കുന്നത് നല്ലതാണ്. പക്ഷേ വേറെ മീനുകളാണെങ്കിൽ, അതായത് ആവോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട. ചാള, അയിലയ്ക്ക് പിന്നെയും കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് നല്ല രുചിയായിരിക്കും. പക്ഷേ അധികം മാരിനേറ്റ് ചെയ്യേണ്ട, കണ്ടമാനം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാർഡായി പോകും. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. വറുക്കുന്നതിന് നമ്മളെപ്പോഴും പരന്ന ഒരു തവയാണ് എപ്പോഴും നല്ലത്. നമ്മുടെ എന്തെങ്കിലും ചട്ടിയാണെങ്കിലും പരന്ന ചട്ടിയാണ് നല്ലത്. ആദ്യം അതങ്ങോട്ട് ഓണാക്കുക. ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് എളുപ്പമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ മീൻ വറുക്കുന്നതിന് രുചി കൂടുന്നു വെളിച്ചെണ്ണയാണ് നല്ലത്. നമ്മൾ ഇതിന് കുറച്ച് എണ്ണ അധികം ആവശ്യം ഉണ്ടാകുന്നു. അതങ്ങോട്ട് ഒഴിച്ചു. നല്ലതായിട്ട് എണ്ണ ചൂടാവണം. മീൻ നല്ല എണ്ണ ചൂടായില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. പിന്നെ എണ്ണ മുഴുവൻ അതിനകത്തേക്ക് സോക്ക് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് അതിങ്ങനെ ഹാർഡായി പോകും. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. എണ്ണ ഇങ്ങനെ പുകഞ്ഞു തുടങ്ങി, നമുക്കിങ്ങനെ ആവി ഇങ്ങനെ കാണാം. കുറേശ്ശെ ഇങ്ങനെ പുകഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഈ മീൻ ഒന്നൊന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. കുറച്ച് സൂക്ഷിച്ചോളണം, കാരണം ഇത് തെറിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒച്ച കേൾക്കുമ്പോൾ തന്നെ നല്ല രുചിയാണ്, കഴിക്കാൻ തോന്നും. എപ്പോൾ വറുത്ത് കിട്ടും നമുക്ക് ആലോചിക്കുകയാണ്. ഇത് നമ്മൾ അടച്ചു വെക്കുന്നതാണ് നല്ലത്, കാരണം കുറച്ച് ആവി അതിൻ്റെ അകത്ത് നനവ് പോയി കഴിഞ്ഞാൽ വളരെ ഹാർഡാവും. ഈ നെയ്മീൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ഹാർഡാവും. അതുകൊണ്ട് അത് നല്ല ഒരുവിധം ചൂടിലെങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ച് അത് വേവുന്നവരെ ഒന്ന് തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് ഇത് നമ്മൾ കൂട്ടി വെക്കണം. നമ്മൾ തിരിച്ചിടുന്നതിന് മുന്നേ അത് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചില്ലെങ്കിൽ ആ എണ്ണ പിന്നെ മറ്റേ സൈഡിൽ പോകുമ്പോഴത്തേക്കും ആ എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ തീ അണഞ്ഞു പോയി കേട്ടോ. തീ കൂട്ടി വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് തീ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലതായിട്ട് എണ്ണ ചൂടായിട്ട് ഇടാവുള്ളൂ, കാരണം അകത്തെ ജ്യൂസസ് പുറത്തേക്ക് വരരുത്. അത് ലോക്ക് ചെയ്യാനും കൂടെയാണ് നമ്മൾ നല്ല ചൂടായ എണ്ണയിലിടുന്നത്. അപ്പോൾ നമുക്ക് ഒച്ച കേൾക്കുമ്പോൾ അറിയാം ഇത് നന്നായിട്ട് എണ്ണ വീണ്ടും ചൂടായെന്ന്. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേശ്ശെയൊക്കെ പിന്നീട്
അടച്ചു വയ്ക്കുക, മറ്റേ സൈഡും വേവുന്നവരെ. ഇനി തീ കുറച്ച് വയ്ക്കുക. ഇത് ഏകദേശം ആയി കാണും. നമുക്ക് തീ കൂട്ടിയിട്ട് തുറക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് മുരിഞ്ഞ് കാണും. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് ചിലർക്ക് ഒരു നാരങ്ങയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് ഒരു കുറച്ച് നാരങ്ങ മുകളിൽ കൂടെ പിഴിഞ്ഞ് ഇഷ്ടമാണ്, പിന്നെ ചിലർക്ക് തക്കാളി അതിൻ്റെ കൂടെ കഴിക്കുക ഇഷ്ടമാണ്, ചിലർക്ക് ഉള്ളി. ഇപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ റെഡിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് മുന്നേ കുറച്ച് കള്ളൊക്കെ കുടിക്കുമ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു സഞ്ജീവ് കപൂർ ഖസാന. താങ്ക് യു.